ഗുഡ് ഡേ ആൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എഫിഷ്യൻസിയാണ്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ നോക്കിയായിരുന്നു. അതായത് ഒരു ഗുഡ് ടി എന്ന് പറയുന്നത് ഒരു ഗുഡ് എസ്റ്റിമേറ്റ് എന്ന് പറയണമെങ്കിൽ ടി എന്ന് പറയുന്നത് ഒരു ഗുഡ് എസ്റ്റിമേറ്റ് എന്ന് പറയണമെങ്കിൽ 4 പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഒന്നെന്ന് പറയുന്നത് എന്താണ്? അൺബയാസ്ഡ്നെസ് ആയിരിക്കണം. 2 എന്തായിരിക്കണം? കൺസിസ്റ്റൻസി ആയിരിക്കണം. 3 എന്തായിരിക്കണം? അത് എഫിഷ്യൻസി ആയിരിക്കണം. 4 അതെന്തായിരിക്കണം? സഫിഷ്യൻസി ആയിരിക്കണം. ഓക്കെ, നമ്മൾ അൺബയാസ്ഡ്നെസ്സും കൺസിസ്റ്റൻസിയും നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തതാണ്, പഠിച്ചതാണ്. ഇനി നോക്കുന്നത് എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി എന്ന് വെച്ചാൽ T1 T2 രണ്ട് ഒരു എസ്റ്റിമേറ്റ് എടുക്കുന്നു. T1ഉം T2 എന്ന് പറയുന്നത് 2 എസ്റ്റിമേറ്റാണ്. ഇതെന്ന് പറയുന്നത് തീറ്റയ്ക്ക് പാരാമീറ്റർ തീറ്റയ്ക്ക് ജനറലായിട്ട് പറയുകയാണ്. പാരാമീറ്റർ തീറ്റയ്ക്ക് എന്താണ്? അൺബയാസ്ഡ് എസ്റ്റിമേറ്ററാണ്. ഓക്കെ, അതായത് T1ഉം T2ഉം 2 അൺബയാസ്ഡ് എസ്റ്റിമേറ്ററാണ് പാരാമീറ്റർ തീറ്റയ്ക്ക്. അങ്ങനെയാണെങ്കിൽ T1 T2വിനെക്കാട്ടും എഫിഷ്യൻ്റ് ആണെന്ന് പറയണമെങ്കിൽ, അതായത് T1 ഈസ് സെർഡ് ടു ബി മോർ എഫിഷ്യൻറ്റ് ദാൻ T2 എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ പറഞ്ഞാൽ വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2. വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2. ആർക്കാണോ വേരിയൻസ് കുറവ് അവരാണ് എന്ത്? മോർ എഫിഷ്യൻറ്റ്. വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2. അപ്പം എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? T1 T2 എന്ന് പറഞ്ഞാൽ 2 അൺബയാസ്ഡ് എസ്റ്റിമേറ്ററാണ്. അൺബയാസ്ഡ് എസ്റ്റിമേറ്ററാണ് ആർക്ക്? തീറ്റയ്ക്ക്. അങ്ങനെയാണെങ്കിൽ T1 T2വിനെക്കാട്ടും എഫിഷ്യൻ്റാണ്, മോർ എഫിഷ്യൻ്റ് ആണെന്ന് പറയണമെങ്കിൽ വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ എന്തായിരിക്കണം? വേരിയൻസ് ഓഫ് T2 ആയിരിക്കണം. പിന്നെ വേരിയൻസ് ഓഫ് T2 ബൈ വേരിയൻസ് ഓഫ് T1 പറഞ്ഞ പേരാണ് റിലേറ്റീവ് എഫിഷ്യൻസി. റിലേറ്റീവ് എഫിഷ്യൻസി ഓഫ് T2 വിത്ത് റെസ്പെക്റ്റ് ടു T1. റിലേറ്റീവ് എഫിഷ്യൻസി ഓഫ് T2 വിത്ത് റെസ്പെക്റ്റ് ടു T1 ഇങ്ങനെയാണ് റിലേറ്റീവ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ മതി. ഇവിടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? T1ഉം T2 എന്തായിരിക്കണം? അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കണം. T1 T2 എന്താണ്? അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആയിരിക്കണം ആർക്ക്? തീറ്റയ്ക്ക്. അപ്പോൾ T1 ആണ് T2വിനെക്കാട്ടും മോർ എഫിഷ്യൻ്റ് എന്ന് പറയണമെങ്കിൽ വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2. ഇതാണ് എന്ത്? എഫിഷ്യൻസി. ഇതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വേരിയൻസ് ഓഫ് T2 ബൈ വേരിയൻസ് ഓഫ് T1 പറഞ്ഞ പേരാണ് റിലേറ്റീവ് എഫിഷ്യൻസി ഓഫ് T2 വിത്ത് റെസ്പെക്റ്റ് ടു T1. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. എന്താണ്? x1 x2 x3 എന്ന് പറയുന്നത് 3 ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷനാണ്. അതിൻ്റെ മീൻ എന്ന് പറയുന്നത് മ്യൂവും വേരിയൻസ് സിഗ്മ സ്ക്വയറുമാണ്. T1 ഉണ്ട്. T1 എന്ന് പറയുന്നത് x1 പ്ലസ് x2 മൈനസ് 3. T2 എന്ന് പറയുന്നത് 2x1 പ്ലസ് 3x2 മൈനസ് 4x3. കമ്പയർ ദ എഫിഷ്യൻസി ഓഫ് T1 ആൻഡ് T2. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് T1ഉം T2ൻ്റെ എഫിഷ്യൻസി കമ്പയർ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ചോദിക്കും ആരാണ് മോർ എഫിഷ്യൻ്റ് എന്നും ചോദിക്കാം. അപ്പം ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അതായത് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? ഇവിടെ ക്വസ്റ്റ്യൻ T1 എന്ന് പറയുന്നത് x1 പ്ലസ്
x2 മൈനസ് x3 ആണ്. അതുപോലെ തന്നെ T2 എന്ന് പറയുന്നത് 2x1 പ്ലസ് 3x2 മൈനസ് 4x3 ആണ്. ഇവിടെ എഫിഷ്യൻസി കമ്പയർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ട് x1 x2 x3 എന്താണ് ത്രീ ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷനാണ്. അതിൻ്റെ മീൻ മ്യൂന്നും തന്നിട്ടുണ്ട്, വേരിയൻസ് സിഗ്മ സ്ക്വയറും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക, എക്സ്പെക്റ്റേഷൻ നോക്കുക. എക്സ്പെക്റ്റേഷൻ നോക്കുമ്പം നമുക്ക് എന്ത് കിട്ടണം, മ്യൂ കിട്ടണം. മ്യൂ കിട്ടുവാണെങ്കിൽ അൺബയാസ്ഡ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റേഷൻ ആദ്യം ചെക്ക് ചെയ്യുക. എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് x2 മൈനസ് x3. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് x1 എന്ന് പറയുന്നത് എന്താണ്, മ്യൂ, പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x2 മ്യൂ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x3. മ്യൂ പ്ലസ് മ്യൂ 2 മ്യൂ മൈനസ് മ്യൂ എന്ന് പറയുമ്പോൾ മ്യൂ എന്ന് കിട്ടും. അപ്പം T1 എന്താണ്, അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് ഓഫ് എന്താണ്, മ്യൂ ആണ്. അതുപോലെ തന്നെ T2 നോക്കുക. എക്സ്പെക്റ്റേഷൻ ഓഫ് T2 എടുക്കുക. എക്സ്പെക്റ്റേഷൻ ഓഫ് T2 എന്ന് എക്സ്പെക്റ്റേഷൻ ഓഫ് 2x1 പ്ലസ് 3x2 മൈനസ് 4x3 എന്ന് കിട്ടും. എക്സ്പെക്റ്റേഷൻ എടുത്തെടുക്കുമ്പോൾ 2 മ്യൂ പ്ലസ് 3 മ്യൂ മൈനസ് 4 മ്യൂ എന്ന് വരും. കിട്ടുമ്പം മ്യൂ എന്ന് കിട്ടും. അപ്പം T1ഉം T2 എന്താണ്, ആർക്ക് അൺബയാസ്ഡ് ആണ്, മ്യൂവിന് അൺബയാസ്ഡ് ആണെന്ന് കിട്ടി. ഇനി നോക്കേണ്ടത് എന്താണ്, വേരിയൻസ് നോക്കുക. വേരിയൻസ് നോക്കുമ്പം ആർക്കാണോ വേരിയൻസ് കുറവ് അവരാണ് എന്ത്, മോർ എഫിഷ്യൻ്റ് എന്ന് പറയാം. ഇപ്പം വേരിയൻസ് ഓഫ് T1 എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 മൈനസ് x3. വേരിയൻസ് ഓഫ് x1 എന്താണ്, സിഗ്മ സ്ക്വയർ, പ്ലസ് വേരിയൻസ് ഓഫ് x2 സിഗ്മ സ്ക്വയർ, മൈനസ് വേരിയൻസ് ഓഫ് പ്ലസ് ആയിട്ട് മാറും. ഈ മൈനസ് എന്തായിട്ട് മാറും, വേരിയൻസിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് വേരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്താണ്, വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ ആണ്. എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, പ്ലസ് സിഗ്മ സ്ക്വയർ, ഇപ്പോൾ ഇത് കിട്ടി 3 സിഗ്മ സ്ക്വയറിന് കിട്ടും. അതുപോലെ എന്തുകൊണ്ടുപിടിക്കുക, വേരിയൻസ് ഓഫ് T2 കണ്ടുപിടിക്കുക. വേരിയൻസ് ഓഫ് T2 കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും, വേരിയൻസ് ഓഫ് 2x1 പ്ലസ് 3x2 മൈനസ് 4x3 ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് 2x1 2 പുറത്ത് വരുമ്പോൾ എന്തായിട്ട് മാറും, സ്ക്വയർ ആയിട്ട് മാറും. അതായത് 4 വേരിയൻസ് ഓഫ് x1 4 സിഗ്മ സ്ക്വയർ പ്ലസ് വേരിയൻസ് ഓഫ് 3x2 3 വെളിക്ക് വരുമ്പോൾ 3യുടെ സ്ക്വയർ ആവും, അതായത് 9 വേരിയൻസ് ഓഫ് x2 സിഗ്മ സ്ക്വയർ. ഇത് മൈനസ് എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. വേരിയൻസ് ഓഫ് 4x3 4 വെളിക്കെടുക്കുമ്പം സ്ക്വയർ ആയിട്ട് മാറും, അതായത് 60 സിഗ്മ സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 16 സിഗ്മ സ്ക്വയർ പ്ലസ് 4 സിഗ്മ സ്ക്വയർ 20 സിഗ്മ സ്ക്വയർ എന്നിട്ടും 29 സിഗ്മ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. 29 സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് വേരിയൻസ് ഓഫ് T1 എത്ര ആയിരുന്നു, വേരിയൻസ് ഓഫ് T1 3 സിഗ്മ സ്ക്വയറും വേരിയൻസ് ഓഫ് T2 എന്ത് കിട്ടി, 2 സിഗ്മ സ്ക്വയറുമാണ്. അപ്പോൾ എന്താണ്, വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2 ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും, T1 ആണ് എന്ത്, T2വിനെക്കാട്ടും മോർ എഫിഷ്യൻ്റ് എന്ന് പറയാം. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം, റിലേറ്റീവ് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അതായത് റിലേറ്റീവ് എഫിഷ്യൻസി ഓഫ് T1 അല്ലെങ്കിൽ T1 വിത്ത് റെസ്പെക്ട് ടു T2, അതായത് റിലേറ്റീവ് എഫിഷ്യൻസി ഓഫ് എന്താണ്, T1 വിത്ത് റെസ്പെക്ട് ടു T2 എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് T1 ബൈ വേരിയൻസ് ഓഫ് T2. വേരിയൻസ് ഓഫ് T1 എന്ന് പറയുന്നത് 3 സിഗ്മ സ്ക്വയർ ബൈ വേരിയൻസ് T2 എന്ന് പറയുന്നത് 29 സിഗ്മ സ്ക്വയർ, ദാറ്റ് ഈസ്
3/29 3/29 കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഡെഫിനേഷനിൽ പറഞ്ഞേക്കുന്നത്. എഫിഷ്യൻസിന് എന്താണ് T1 T2 അൺബയസ്ഡ് ആയിരിക്കണം. ആർക്കാണ് വേരിയൻസ് കുറവ് അവരെയാണ് മോർ എഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോബ്ലം എഫിഷ്യൻസി ചെക്ക് ചോദിക്കുമ്പോൾ ആദ്യമേ എന്ത് ചെയ്യുക, എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുക. ആ തീറ്റയ്ക്ക് അൺബയസ്ഡ് ആണെന്ന് നോക്കുക, തന്നിരിക്കുന്ന പാരാമീറ്റർ അൺബയസ്ഡ് ആണെന്ന് നോക്കുക. പിന്നെ വേരിയൻസ് കണ്ടുപിടിക്കുക. വേരിയൻസിന് ഏതാണോ കുറവ് അതായിരിക്കും എന്ത് മോർ എഫിഷ്യൻറ്റ്. ശ്രദ്ധിക്കേണ്ടത് വേരിയൻസിൽ പ്രോപ്പർട്ടി അനുസരിച്ച് മൈനസ് ഒക്കെ പ്ലസ് ആയിട്ട് മാറും.